കള്ളന്മാരുടെ കുരിശിനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുവീൻ. ഏവർക്കും വണക്കം, സ്വാഗതം. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഇടതും വലതും 2 കള്ളന്മാരെ കൂടെ ക്രൂശിച്ചത് എന്ന് ചെറുപ്പം മുതലേ ഞാൻ ചിന്തിച്ചിട്ടുള്ളതും വളരെയധികം മനസ്സിലാക്കാൻ താല്പര്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു പ്രതിഭാസമാണ്. അത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ എന്നെ സഹായിച്ചത് സജിത് ജോസഫ് എന്ന് പറയുന്ന ഒരു കാലത്ത് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ചെറിയ തോതിൽ വചനകൃഷിയും അത്ഭുത രോഗശാന്തി വ്യവസായവും നടത്തി ഏതാണ്ട് പറക്കമുറ്റി ഇവൻ കൊള്ളാമല്ലോ എന്ന് കത്തോലിക്ക സഭയുടെ ചിന്തയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം വളർന്നു കഴിഞ്ഞപ്പോൾ ഇവനെയും കൊണ്ടും 10 പുത്തനുണ്ടാക്കാമെന്ന് കത്തോലിക്ക സഭ, സീറോ മലബാർ സഭ തിരിച്ചറിഞ്ഞ് സജിത് പാസ്റ്ററെ അങ്ങോട്ട് ആനയിക്കുകയും ചെയ്ത ആ വ്യക്തിത്വം, അദ്ദേഹമാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിന് മറുപടി കണ്ടെത്തുവാൻ വഴി കാട്ടിയത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ആത്മീയ ഗുരു സജിത് പാസ്റ്ററാണ് എന്ന് സമ്മതിക്കുവാൻ എനിക്ക് മടിയില്ല. അതായത് ഏതാണ്ട് 10-60 വർഷത്തോളം മനസ്സിലാക്കാൻ എൻ്റെ വ്യക്തിപരമായ ശ്രമത്തിൽ ഞാൻ നന്നേ അധ്വാനിച്ചിട്ടും പരാജയത്തിലായിരുന്നൊരു സാഹചര്യത്തിൽ അതിനെ മനസ്സിലാക്കുവാൻ എന്നെ സഹായിച്ച വ്യക്തി സജിത് പാസ്റ്ററാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹമാണ് എൻ്റെ ആത്മീയ ഗുരു എന്ന് ഞാൻ സമ്മതിക്കുകയാണ്. എന്താണ് ആ പ്രത്യേകമായ വിഷയം? ഞാൻ സൂചിപ്പിച്ചതുപോലെ കാൽവറിയിൽ 3 കുരിശുകളാണ് നമ്മൾ കാണുന്നത്. നടുവിലത്തെ കുരിശിൽ യേശുവിനെ ക്രൂശീകരിച്ചു, ഇടതും വലതും 2 കള്ളന്മാരെ ക്രൂശീകരിച്ചു. അതിൻ്റെ ആവശ്യം എന്താണ്? യേശുവിനെ മാത്രം കൊണ്ട് ക്രൂശിൽ തറച്ചാൽ പോരായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് പോരായിരുന്നു. അന്ന് അവർ ചെയ്തത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് എന്ന മലയാളത്തിൽ നല്ലൊരു വാക്കാണ് കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് യേശുവിനെ 2 കള്ളന്മാരുടെ ഇടയിൽ ക്രൂശീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, അന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തിൽ ഇപ്രകാരം ഒരു നല്ല ഒരു ദൃശ്യം, ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ഒരു ബിംബം, ഒരു വിഷ്വൽ ഇമേജ്, പ്രതീകാത്മകമായ ഒരു അവതരണം നടത്തിയെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഏതാണ്ട് 2000 വർഷം എടുത്തു എന്ന് പറയുമ്പോൾ നമ്മെ ഒരു തരത്തിൽ അത്ഭുതപ്പെടുത്തുകയും മറ്റു തരത്തിൽ ലജ്ജിപ്പിക്കുകയും ചെയ്യേണ്ട യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സജിത് പാസ്റ്ററുടെ സഹായത്തോടെ എന്ന് പറയുമ്പോൾ സജിത് പാസ്റ്റർ എന്താണ് ചെയ്തത്, എന്നെ ഈ ഒരു വിഷയം മനസ്സിലാക്കുവാൻ സഹായിക്കത്തക്കവണ്ണം സജിത് പാസ്റ്റർ ചെയ്തത് എന്താണ്? നമുക്കറിയാം, മനുഷ്യൻ്റെ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ എല്ലാവരും ഒന്നുപോലെ സമ്മതിക്കുന്നത് ഏതെങ്കിലും ഒരു ആശയം ജനങ്ങളെ മനസ്സിലാക്കാൻ വായ കൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പ്രവൃത്തിയിൽ കൂടെ കാണിച്ച ഒരു സംഭവമാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അതുകൊണ്ട് അത് ഹ്രസ്വമായൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. സജിത് പാസ്റ്റർ തൻ്റെ ആത്മീയ കച്ചവടം നന്നായി പച്ച പിടിച്ചപ്പോൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കയറാം എന്ന് വിചാരിച്ച് ഇടുക്കിയിൽ പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഏതാണ്ട് 400 പേർക്ക് താമസിക്കുവാൻ സൗകര്യമുള്ള സർക്കാരിൻ്റെ വകയായ 3.5 ഏക്കറോളം ഭൂമിയിൽ അത് അനധികൃതമായി കയ്യേറി കൃത്രിമമായ രേഖയൊക്കെ ഉണ്ടാക്കി. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ടാണ് എന്ന് നമുക്കറിയാം. തന്നെയുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എന്ത് ചെയ്താലും ആരും എന്നോട് ചോദിക്കുകയില്ല എന്ന വിശ്വാസം, അതാണ് വിശ്വാസത്തിൻ്റെ ഇക്കാലത്തെ പ്രധാനപ്പെട്ട പ്രയോജനവും പ്രയോഗവും വിവക്ഷയുമെല്ലാം അങ്ങനെ തന്നെയാണ്.
പോക്കറ്റിൽ ഇഷ്ടം പോലെ രൂപയുണ്ട്. അത് എൻ്റെ പുറകെ 10,000 എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ഇടയിലുള്ള സ്വാധീനമുണ്ട്. പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്താൽ അവർ വേണ്ടിടത്ത് ഒപ്പിട്ട് തരും ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പുറകിലാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു വിശ്വാസി ആയതുകൊണ്ട് സർക്കാരിൻ്റെ തന്നെ ഭൂമി കയ്യേറി അവിടെ ഏതാണ്ട് 400 പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള റിസോർട്ട് സമുച്ചയങ്ങൾ, നല്ല തലയെടുപ്പുള്ള 3 വലിയ സമുച്ചയങ്ങളും അതിൻ്റേതായ ക്രമീകരണങ്ങളുമൊക്കെ പണിതു. അപ്പോൾ പണിതപ്പോൾ അവിടെ അങ്ങനെ ചെയ്യരുത് എന്ന് പ്രത്യേകമായ നിയമമുണ്ട്. അത് ലംഘിച്ചൊക്കെ ചെയ്തു. അതിന് എതിരെ നടപടി വരുമെന്ന് വന്നപ്പോൾ അദ്ദേഹം കാൽവറിയിലെ നടുവിലത്തെ ക്രൂശ് അങ്ങോട്ട് മാറ്റിയിട്ട് മറ്റേ ക്രൂശിൽ അതിലിടത്തെ ക്രൂശ് എടുത്തൊരു പ്രയോഗം ചെയ്തു. ആ കുരിശെടുത്ത് അദ്ദേഹം അവിടെ നല്ല കോൺക്രീറ്റ് കൊണ്ട് വലിയ ഒരു കുരിശ് നട്ടു. ആ കുരിശ് നട്ട് കിളിച്ചതൊരു വലിയ വൃക്ഷമായി തന്നെ സംരക്ഷിക്കും. ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ടാക്കാൻ ചെറിയ കടുകുമണി പൊട്ടിമുളച്ചാൽ മതി എന്ന് ചോദിച്ചു പറഞ്ഞപ്പോൾ വലിയ കുരിശ് നട്ടാൽ അത് പൊട്ടിമുളച്ചാൽ സജിത് പാഷയെ പോലെയുള്ള അനേക ആയിരങ്ങൾക്ക് കൂട് വെക്കാൻ ഇടയാകുമെന്ന് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ചെയ്തത് 2000 വർഷം മുൻപ് സംഭവിച്ച അതിൻ്റെ അർത്ഥത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നതാണ്. അതിനെയും അത് മാത്രം ഒന്ന് ഹ്രസ്വമായി സൂചിപ്പിച്ച് ഞാനത് ഉപസംഹരിക്കാൻ പോവുകയാണ്. കാൽവറിയിൽ 3 കുരിശ്, അതിൽ 2 കുരിശിലും കള്ളന്മാരാണ്, നടുവിലത്തെ ക്രൂശിൽ യേശുവുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് യേശു പറഞ്ഞത്, കള്ളപ്രവാചകന്മാർ വരും നിശ്ചയമില്ല, നിശ്ചയം കള്ളപ്രവാചകന്മാർ വരും നിശ്ചയം, അവർ എൻ്റെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരുമെങ്കിലും അകമേ റിസോർട്ട് ഉണ്ടാക്കുന്ന ചെന്നായ്ക്കളായിരിക്കും എന്ന് യേശു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതിൻ്റെ അർത്ഥം ക്രൂശ് എന്ന് പറയുന്നത് നല്ലവരുടെ കയ്യിലും കള്ളന്മാരുടെ കയ്യിലും ഒന്നുപോലെ ഉപയോഗിക്കപ്പെടാവുന്നൊരു വസ്തുവാണ്. ആർക്കും അവരുടെ താല്പര്യമനുസരിച്ച് പ്രയോഗിക്കാവുന്ന ഒരു ഉപാധിയാണ്, ഒരു ഉപകരണമാണ് ക്രൂശ്. അത് കൂടുതൽ ആളുകളും കള്ളന്മാരായിരിക്കും ഇതെടുത്തുകൊണ്ട് നടക്കുന്നത്. ഇപ്പം കാൽവറിയിലേക്ക് നോക്കുമ്പോൾ 3-ൽ 2 കള്ളന്മാരാണല്ലോ. അപ്പം അന്ന് 3-ൽ 1 പേരുടെ കയ്യിൽ അർത്ഥവത്തായ ക്രൂശ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്ര ശതമാനത്തിൻ്റെ കയ്യിലാണ് എന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ കള്ളന്മാരുടെ ക്രൂശിനായിരിക്കും കൂടുതൽ അംഗീകാരവും ഇടവും ലഭിക്കുന്ന. കാരണം യേശുവിൻ്റെ ക്രൂശ് നഷ്ടക്കച്ചവടത്തിൻ്റെ അടയാളമാണ്. മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല, മരിച്ചു കഴിഞ്ഞിട്ടും സ്വന്തമായിട്ട് ശവമടക്കാൻ പോലും ഇടമില്ല, വല്ലവൻ്റെയും ശവക്കല്ലറ കടമെടുത്തിട്ട് വേണം, പിന്നെ 1 രൂപ സമ്പാദിക്കാതെ കടന്നു പോകണം, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്കോ സഹോദരങ്ങളോ അദ്ദേഹത്തെ കൊണ്ട് ഒരു പിച്ചക്കാശിന് പ്രയോജനമുണ്ടായി എന്ന് യാതൊരു തെളിവുമില്ല. പിന്നെ ക്രൂശിൽ നിന്നുകൊണ്ട് പറഞ്ഞു, യോഹന്നാനെ, എൻ്റെ അമ്മയെ ഞാൻ വിട്ടിട്ട് പോവുകയാണ്, നീ എൻ്റെ അമ്മയെ നോക്കിക്കോണം. അമ്മയോടും പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ, ഞാൻ പോവുകയാണ്, എന്നെ പാലൂട്ടി വളർത്തിയൊക്കെ വെറുതെ ആയിപ്പോയി, ഇത് യോഹന്നാൻ നല്ലവനാണ്, അവൻ നിങ്ങളെ നോക്കിക്കോളും എന്നൊക്കെ അത്രയും ഒരു കരുതൽ ചെയ്തിട്ട് പോയി എന്നല്ലാതെ കുടുംബത്തിന് വലിയ മഹിമ, വലിയ ശമ്പളം, വലിയ സമ്പത്ത്, പേര് ഉണ്ടാകത്തക്കവണ്ണം ഒന്നും ചെയ്യാൻ യേശു കൂട്ടാക്കിയില്ല. അങ്ങനെ കുടുംബത്തിൻ്റെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ അതൊരു വലിയ നഷ്ടക്കച്ചവടമായിപ്പോയി. പിന്നെ എല്ലാം വിട്ട് അവൻ്റെ പുറകെ ഇറങ്ങി വന്ന ശിഷ്യന്മാരിൽ അത് യൂദാസിനെ മാറ്റി നിർത്തിയാൽ ബാക്കി 11 പേർക്ക് അത് നഷ്ടക്കച്ചവടമായിപ്പോയി. പിന്നെ അവൻ്റെ മേൽ പ്രത്യാശ വെച്ചിരുന്ന വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നു, അവർക്കും ഇത് നഷ്ടക്കച്ചവടമായിപ്പോയി. അതുകൊണ്ടാണ് അവസാനം അവരും തള്ളിപ്പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ നടുവിലുള്ള കുരിശ്, അതായത് യേശുവിൻ്റെ കുരിശെന്നൊക്കെ നമ്മൾ പറയുന്നത് നഷ്ടക്കച്ചവടത്തിൻ്റെ അടയാളമാണ്. സാമാന്യ ബുദ്ധിയുള്ളവരാരും, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികൾ, നല്ല സഭാസ്നേഹികൾ ഒരിക്കലും നഷ്ടക്കച്ചവടത്തിന് പോകത്തില്ല. നമ്മൾ
ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതും ദൈവത്തോട് സ്നേഹം കാണിക്കുന്നതും വചനത്തോടുള്ള താല്പര്യം കാണിക്കുന്നതും കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും എല്ലാ ആചാരക്രമങ്ങളും തെറ്റിക്കാതെ നടത്തുന്നതും ഒക്കെ ലാഭക്കച്ചവടത്തിന് വേണ്ടി മാത്രമാണെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ നടുവിലുള്ള കുരിശും നമ്മളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നമ്മുടെ ഇടയിൽ അങ്ങനെ കുരിശ് കൊണ്ട് നടന്നാൽ ആർക്കും അത് സ്വീകാര്യവുമല്ല. ആ ക്രൂശിനെ അനുഗമിച്ച് നടക്കുന്ന ഒരുത്തനെയും ഈ കാലത്ത് ഒരു സഭയോ ഒരു വിശ്വാസികളുടെ കൂട്ടമോ അംഗീകരിക്കുകയില്ല എന്നത് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആ ഇടതും വലതുമുള്ള ആ രണ്ട് കുരിശ് അതും കൊണ്ട് കളിക്കുന്നവന് മാത്രമേ ഈ കാലത്ത് ക്രിസ്ത്യാനികളിൽ വല്ല ഇടവും എന്തെങ്കിലും സ്വീകാര്യതയും പ്രാപിപ്പാൻ സാധ്യമാകുകയുള്ളൂ. കാരണം ഈ രണ്ട് കുരിശും ലാഭത്തിൻ്റെ കുരിശാണ്. മറ്റുള്ളവരുടെ സ്വത്ത് സ്വന്തം പോക്കറ്റിലാക്കുന്ന പരിപാടിയുടെ കുരിശാണ്. അതാണ് രണ്ട് കള്ളന്മാരെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? കള്ളൻ ആരാണ്? നിൻ്റെ പക എൻ്റേതാണ്, അതിന് ഞാൻ എന്തും ചെയ്യും. അതിനുവേണ്ടി ദൈവത്തെ ഉപയോഗിക്കണോ? ദൈവത്തെ ഉപയോഗിക്കും. കഠാര ഉപയോഗിക്കണോ? കഠാര ഉപയോഗിക്കും. തൊഴിക്കും. ഇടിക്കണോ? ഇടിക്കും. അതാണ് ഈ രണ്ട് കുരിശ്. ഇടതും വലതുമുള്ള കുരിശ് ഇതാണ് ലാഭത്തിൻ്റെ കുരിശാണ്. നിൻ്റെ വക എൻ്റേതാണ് എന്നതിൻ്റെ കുരിശാണ്. അത് എൻ്റേതാക്കാൻ ഏത് മാർഗവും അവലംബിക്കുന്നത് ശരിയാണ്, അങ്ങനെ ചെയ്യാത്തവൻ മണ്ടനാണ് എന്ന് വിളിച്ചറിയിക്കുന്ന കുരിശാണ്. അപ്പോൾ ആ കുരിശിനാണോ, യേശുവിൻ്റെ കുരിശിനാണോ ക്രിസ്ത്യാനികളിടയിൽ ഇന്ന് സ്വാധീനമുള്ളത്, അംഗീകാരമുള്ളത്? അത് ദയവായി നിങ്ങൾ ചിന്തിച്ച് ഉത്തരം കണ്ടുപിടിച്ചാൽ മതി. ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. ഏതായാലും ഒരു കാര്യം നമുക്കറിയാം, സജിത് പാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മിടുക്കനാണ്. അദ്ദേഹത്തിന് ആ നടുവിലെ കുരിശുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഏറ്റവും നല്ലത് ആ ഇടതുവശത്തുള്ള കുരിശാണ്. അതാണ് അദ്ദേഹം നാളിതുവരെ പ്രയോഗിച്ചുകൊണ്ടേയിരുന്നത്. ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അടുത്തയിടെ വരെ അദ്ദേഹമായ ഇടതുവശത്തെ കുരിശ് സഭാവിശ്വാസികളുടെ മൊണ്ണവിശ്വാസികൾക്കെതിരെ ആണ് പ്രയോഗിച്ച് അവരുടെ സ്വത്ത് കൈക്കലാക്കിയത് എങ്കിൽ, ഇപ്പോൾ അദ്ദേഹം ആ കുരിശ് സർക്കാരിനെതിരെയാണ് പ്രയോഗിച്ച് നോക്കിയത്. പക്ഷെ എന്തുകൊണ്ടോ അതത്ര വേണ്ട പോലെ ഫലിച്ചില്ല. അദ്ദേഹം അവിടെ നട്ട കുരിശ് കിളിക്കാതെ അതവിടെ തകർന്ന് വീണ് കിടക്കുന്ന മർമ്മഭേദകമായ കാഴ്ചയാണ് ഒരു ഫോട്ടോയിൽ കൂടെ ഞാൻ കണ്ടത്. അതിനിയും ക്രിസ്ത്യാനികൾക്കെതിരെ ഈ സർക്കാർ നടത്തുന്ന യുദ്ധത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ ചിന്തിക്കുവാനും നമ്മളെക്കൊണ്ട് ചിന്തിപ്പിക്കാനും ഒക്കെ കഴിവുള്ള ആളുകളാണ് ഈ ഇടതും വലതും ഉള്ള കുരിശിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകൾ. നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ജനം ജാഗ്രത പാലിക്കണം. അപ്പോൾ ഈ രണ്ട് കുരിശിൻ്റെ കൃഷികളാണ് കൂടുതലായി ക്രിസ്ത്യാനികളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. അതുകൊണ്ടാണ് യാതൊരു മടിയുമില്ലാതെ സത്യം പറയുവാൻ ഞാൻ ധൈര്യം കാണിക്കുന്നതെന്ന് മാത്രമല്ല, അങ്ങനെ പറയാതിരിക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോകുകയാണ്. അപ്പോൾ ഈ ഒരു കുരിശ് അതിൻ്റെ അഭ്യാസമാണ്. അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന ഈ ഒരു വലിയ മാജിക് ഷോയിൽ സജിത് പാസ്റ്റർ വേണ്ടതുപോലെ സാമർഥ്യത്തോടെ പ്രയോഗിക്കുകയും അതിൻ്റേതായ വലിയ വലിയ കൊയ്ത്തുകൾ കരസ്ഥമാക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നത് എന്നത് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നന്നായി അത്ഭുതപ്പെടുത്തും. അപ്പോൾ ഇദ്ദേഹം ഈ റിസോർട്ടിലോട്ട് മാറ്റി ചവിട്ടിയതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആ റിസോർട്ടിൽ അദ്ദേഹത്തിന് ഒരു നല്ല മാനേജർ, റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അദ്ദേഹം നല്ലൊരു മാനേജറെ കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു മുതൽ കൈ കിടപ്പുണ്ട്. അതാരാന്ന് ചോദിച്ചാൽ, നിങ്ങൾ കണ്ടു കാണും ആ വീഡിയോ. ഒരു സ്ത്രീയെ കമത്തി കിടത്തി അവളെ നട്ടലിലൊരു കെക്കിളി ഇട്ടപ്പോൾ അവൾ 4 കാലം പറിച്ച് ചാടി ഓടി. സജിത് പാസ്റ്ററെ പോലും അങ്കലാപ്പിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സ്ത്രീ ഓടുന്നത് ഒളിമ്പിക്സിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അവൾ ഓടാൻ കാര്യം, ഇങ്ങനെ റിസോർട്ട് വരുന്നു, എൻ്റെ മാനേജരായി നിന്നെ ആക്കാം, കാരണം അഭിനയിക്കാൻ നിന്നേക്കാൾ കഴിവുള്ള ആരുമില്ല. ഈ റിസോർട്ട് ഇത് ആത്മീയ റിസോർട്ടാകിയാൽ ഇവിടെ അഭിനയമുണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതിന് നീ നിൻ്റെ നൈപുണ്യം തെളിയിച്ചതുകൊണ്ട് നിന്നെ അതിൻ്റെ മാനേജരാക്കാം എന്ന് നേരത്തെ അദ്ദേഹം വാഗ്ദാനം ചെയ്തതുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ അത്ര ആവേശത്തോടുകൂടെ ആ അഭ്യാസം
അവതരിപ്പിച്ചത് എന്നാണ് ഇതിൻ്റെ അകത്തുള്ള ബന്ധങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന അറിവ്. ഏതായാലും 3 കുരിശിൽ ഒന്ന് നമുക്കറിയാം. മറ്റേ 2 കുരിശിൻ്റെ പ്രയോഗം അത് വളരെ വ്യാപകമായി കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിൽ നടന്നുകൊണ്ടേയിരുന്നുവെങ്കിലും അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ മറ്റുള്ളവരെ എനിക്കറിയില്ല, എന്നെ സഹായിച്ച വ്യക്തി സജിത് ജോസഫ് പാസ്റ്റർ തന്നെയാണ്. അദ്ദേഹം ഈ പരുന്തൻപാറയിൽ, പിന്നെ ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാറയിൽ തന്നെ അദ്ദേഹം തൻ്റെ റിസോർട്ട് സ്ഥാപിക്കുന്നത് അത് ആത്മീയമായി അത്രമാത്രം അച്ചടക്കമുള്ളത് കൊണ്ടാണ്. മാത്രവുമല്ല, ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണേൽ പറയാതെ സർക്കാരിൻ്റെ ഭൂമിയാണെന്ന്. വാസ്തവത്തിൽ നിങ്ങൾ സജിത് പാസ്റ്ററോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് സർക്കാരിൻ്റെ ഭൂമിയാണെന്ന് ആര് പറഞ്ഞു? ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. യഹോവ എൻ്റെ അപ്പനാണ്. അതുകൊണ്ട് ഇതെൻ്റെ പിതൃസ്വത്താണ്. ഇവിടെ റിസോർട്ട് ഉണ്ടാക്കാൻ എനിക്ക് ആരുടെയും അവതാരികയൊന്നും ആവശ്യമില്ല. എനിക്ക് പട്ടമൊന്നും ആവശ്യമില്ല. ഇതെൻ്റെ പിതാവിൻ്റെ സ്ഥലമാണ്. ഞാനവിടെ വസിക്കുന്നു. ഞാനവിടെ റിസോർട്ട് ഉണ്ടാക്കുന്നു. ഒന്ന്. രണ്ടാമത്തേതായിട്ട് അദ്ദേഹം പറയാൻ പോകുന്നത്, യേശു ധ്യാനിക്കാനായിട്ട് എവിടെയാണ് പോയത്? മറുരൂപ മലയിൽ പോയി. ആ മല യേശുവിൻ്റേതായിരുന്നു. അതിൻ്റെ പട്ടയം യേശുവിൻ്റെ പക്കലുണ്ടായിരുന്നു? ഇല്ല. അപ്പം ധ്യാനിക്കാനായിട്ട് പോകുമ്പോൾ പട്ടയം വേണമെന്ന് നിങ്ങളോടാരാ പറഞ്ഞത്? അപ്പോൾ അങ്ങനെ ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന അത്ഭുത രോഗശാന്തി വിദഗ്ധൻ, പ്രത്യേകിച്ച് ഇടതുവശത്തെ കുരിശ് പോക്കറ്റിട്ടുകൊണ്ട് നടക്കുന്ന ഈ അത്ഭുത മനുഷ്യൻ, അദ്ദേഹം റിസോർട്ട് സമുച്ചയം ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോൾ അത് സ്വന്തം ഭൂമിയിൽ, പട്ടയമുള്ള ഭൂമിയിൽ, കാശ് കൊടുത്ത് വാങ്ങിച്ച ഭൂമിയിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തോടല്ല, യേശുവിനോട് കാണിക്കുന്നൊരു അപമാനമാണ്. കാരണം യേശു അങ്ങനെ ചെയ്തില്ല. യേശുവിൻ്റെ മാതൃക അതുപോലെ ഒരു ചൂടും തെറ്റാതെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണ് സജിത് പാസ്റ്റർ. അതുകൊണ്ട് എപ്രകാരം യേശു മറുരൂപ മലയിൽ ആരോടും അനുവാദം ചോദിക്കാതെ പോയി ധ്യാനിച്ചുവോ, അതുപോലെ തന്നെ ധ്യാന കേന്ദ്രം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞുണ്ടാക്കുന്ന ഈ റിസോർട്ട്, അത് കള്ളം പറഞ്ഞൊന്നും നിങ്ങൾ പറയരുത്. കാരണം ഒരു ദൈവദാസൻ പറയുന്നത് അത് അതിൽ തന്നെ സത്യമാണ്, അതൊരിക്കലും കള്ളമാണെന്ന് നിങ്ങൾ പറയരുത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു റിസോർട്ട് സമുച്ചയം ഉണ്ടാക്കുമ്പോൾ മലയുടെ മുകളിൽ ഉണ്ടാക്കും. അത് ഇന്നയാളിൻ്റെ, അല്ലെ പിണറായി വിജയൻ്റെ, അല്ലെ റവന്യൂ മന്ത്രിയുടെ, അല്ലെ ഡിസ്ട്രിക്ട് കളക്ടറുടെ അനുവാദം ചോദിച്ചോ അല്ലെങ്കിൽ പട്ടയം നോക്കിയോ ഒന്ന് ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയുന്നത് ക്രിസ്തു മതത്തോട് കാണിക്കുന്ന വലിയ ശത്രുതയാണ്. അതുകൊണ്ട് നാം എല്ലാവരും ചേർന്ന് അതിനെ എതിർക്കണം. നമുക്ക് സജിത് പാസ്റ്ററുടെ ബാനറിൻ്റെ അടിയിൽ അണിനിരക്കണം. അദ്ദേഹത്തിനെ ധ്യാനിക്കാനുള്ള അവകാശത്തെ ആരെങ്കിലും ലംഘിച്ചാൽ അതിനെതിരെ നമുക്ക് സന്ധിയില്ലാത്ത സമരം നടത്തണം. എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തോടുള്ള കടമയുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു ജടിലമായ വിഷയത്തെപ്പറ്റി മനസ്സിലാക്കാൻ എന്നെ സഹായിച്ച സജിത് പാസ്റ്ററിനോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ബഹുമാനവും അവസാനിക്കാത്ത കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ ഇടയിലുള്ള സജിത് പാസ്റ്റർമാർ നീണാൾ വാഴട്ടെ.